നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. നിലമ്പൂർ പ്രചരണ ചൂടിൽ PV അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം. തൃണമൂൽ സ്ഥാനാർത്ഥിയായുള്ള പത്രിക തള്ളി. തമിഴ്നാട്ടിൽ ഓൺലൈൻ ഗെയിമിൽ സുപ്രധാന ഉത്തരവ്. രാത്രി 12-ന് ശേഷം ലോഗിൻ പാടില്ല. പാതിരാ നിയന്ത്രണം ശരിവെച്ച് മദ്രാസ് ഹൈക്കോടതി. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായുള്ള പത്രിക. സ്വതന്ത്രനായി മത്സരിക്കാം. UDF-ലെ ഭിന്നത സംബന്ധിച്ച വാർത്തകൾക്ക് എതിരെ കോൺഗ്രസ്. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ വിലപ്പോകില്ലെന്ന് നേതാക്കൾ. പോത്തുകലിൽ UDF പ്രചരണം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു. പരിശോധന കർശനമാക്കി ആരോഗ്യവകുപ്പ്. പനി ബാധിച്ചവർ ആന്റിജൻ ടെസ്റ്റ് നടത്തണം. രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർ മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ്. കോവിഡ് രോഗികളെ പ്രത്യേക വാർഡിൽ പാർപ്പിക്കാനും നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായുള്ള ഡോക്ടർ B. അശോകിന്റെ നിയമനം റദ്ദാക്കി. കേഡറിന് പുറത്തുള്ള തസ്തികയിൽ നിയമിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതം തേടിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഉത്തരവെന്നും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഉത്തരവ് B. അശോക് നൽകിയ ഹർജിയിൽ. ഭാഷാ വിവാദത്തിൽ നടൻ കമൽഹാസൻ മാപ്പ് പറയണമെന്ന കർണാടക ഹൈക്കോടതി. എന്തടിസ്ഥാനത്തിലാണ് ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയതെന്നും ഖേദപ്രകടനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കോടതി. ഉച്ചയ്ക്ക് 2:30 ഹർജി വീണ്ടും പരിഗണിക്കും. കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ള. 52 കോടി രൂപയുടെ സ്വർണം കൊള്ളയടിച്ചു. മോഷണം നടന്നത് വിജയപുര ജില്ലയിലെ മനാഗുളിയിലുള്ള കാനറ ബാങ്ക് ശാഖയിൽ. IPL 18-ാം സീസണിൽ ഇന്ന് കലാശപ്പോര്. പുതിയ ജേതാക്കളെ കാത്ത ക്രിക്കറ്റ് പ്രേമികൾ. ബംഗളൂരു പഞ്ചാബ് പോരാട്ടം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ ഒരു പത്രിക തള്ളി. TMC സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല. സ്വതന്ത്രനായി മത്സരിക്കാം. പുനഃപരിശോധന ആവശ്യപ്പെട്ട PV അൻവർ. വിവരങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷയിലേക്ക് പോകാനുമായി അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയിരിക്കുന്നു. TMC സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും PV അൻവറിന്റെ ഒരു പത്രിക തള്ളിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അൻവർ പറയുന്നത് പത്രിക മാറ്റിവെക്കുകയാണ്, തർക്കത്തെ തുടർന്ന് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അൻവർ പറയുന്നത്. ഇതിന് കാരണമായുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ല. അതിനാൽ തന്നെ അത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ 10 പേരെ പിന്തുണയ്ക്കുന്ന ഒപ്പതിൽ ആവശ്യമുണ്ട്. എന്നാൽ അൻവർ കൊടുത്ത പത്രികയിൽ അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആ കാരണത്താലാണ് ഇപ്പോൾ പത്രിക തള്ളിയിരിക്കുന്നത്. എന്നാൽ അൻവർ പറയുന്ന പത്രിക തള്ളിയിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം അൻവർ കൊടുത്ത മറ്റൊരു പത്രിക, സ്വതന്ത്രനായി കൊടുത്ത പത്രിക ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു പത്രിക തള്ളിയാൽ പോലും അൻവറിന് മത്സരിക്കുന്നതിന് നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. എന്തായാലും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും പെരിന്തൽമണ്ണ അഭിമുഖത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ശ്രീ കാർത്തിക. അരവിന്ദൻ തുടരുക. അതിനിടെ UDF-ലെ ഭിന്നത സംബന്ധിച്ച വാർത്തകൾക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പുകൾ വിലപ്പോവില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അവരുടെ പ്രതികരണത്തിലേക്ക്. മുഖ്യമന്ത്രി ചതിയെ പറ്റിയൊക്കെ പറഞ്ഞു. വലിയ ചതിയെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന എല്ലാ മുന്നൊരുക്കങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ഒരാളെ രാത്രിയോട് രാത്രി മാറ്റി പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിഘണ്ടുവിൽ ഈ ചതി എന്നുള്ള ഒരു വാക്ക് 2 അക്ഷരം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരാത്മപരിശോധന നടത്താൻ അദ്ദേഹവും തയ്യാറാണ്. അപ്പോൾ ഇവിടെ ചതിക്കപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളാണ്, നിലമ്പൂരിലെ ജനങ്ങളാണ് ചതിക്കപ്പെട്ടത്. നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല. പക്ഷേ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് UDF തോക്കില്ല. ഇവിടെ UDF ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരും നെറുവുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല. മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല വിട്ടുനിന്നു എന്ന് പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടുനിന്നതാണോ? സുധാരേട്ടൻ കോട്ടക്കൽ ചികിത്സയ്ക്ക് പോകാനിരുന്നതാണ് 14 ദിവസത്തേക്ക്.
ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ചികിത്സ ഇലക്ഷന് ശേഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ സുധാകരേട്ടനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. മനുഷ്യന്റെ ദുരിതം, ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. അരവിന്ദൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അരവിന്ദൻ, പോത്തുകലിലെ UDF പ്രചരണ ഉദ്ഘാടനം പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ LDFും ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ പോകുന്നു നിലവിലെ സ്ഥിതി? തീർച്ചയായും UDFും LDFും പ്രചരണവുമായി ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. രണ്ടു കൂട്ടരും വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു പ്രവർത്തനത്തിൽ. ഇതിനിടെയാണ് ഇന്നലെ UDFിനെ സംബന്ധിച്ചൊരു വിവാദമുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന UDF കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ വിദേശത്താണ്, എന്നാൽ മറ്റ് തങ്ങന്മാരാരും പങ്കെടുത്തില്ല, ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്തില്ല എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനുള്ള മറുപടി ഇന്ന് അബ്ബാസ് അലി തങ്ങൾ നൽകി. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹമാണ് മുണ്ടേരിയിൽ UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ഒരു കുത്തിത്തിരിപ്പിനും വകയില്ല. താൻ ഇത്തരത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത്. എന്തായാലും UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റുള്ള നേതാക്കന്മാരും ഈ തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. എന്തായാലും UDF പ്രചരണത്തിൽ വളരെയേറെ മുന്നേറി കഴിഞ്ഞു. M സ്വരാജും ഇന്ന് മുണ്ടേരിയിൽ തന്നെയാണ് പ്രചരണമുള്ളത്. അദ്ദേഹം തന്റെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്, എല്ലാ പഞ്ചായത്തുകളിലും എത്താനുള്ള ശ്രമത്തിലാണ് M സ്വരാജ്. അതേസമയം NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇന്ന് പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന തിരക്കിലായിരുന്നു. നിലമ്പൂർ കോവിലകത്തും മറ്റും അദ്ദേഹം സന്ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശേഷവും പ്രധാനപ്പെട്ട ആളുകളെ കാണാനാണ് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. അതേസമയം അൻവർ ഇന്ന് രാവിലെ 11 മണിക്ക് സൂക്ഷ്മപരിശോധന നടക്കുന്ന പെരിന്തൽമണ്ണയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെയുള്ളത്. എന്തായാലും തന്റെ പത്രികയെ സംബന്ധിച്ച് തീരുമാനമായതിനു ശേഷമായിരിക്കും അൻവറിന്റെ തുടർന്നുള്ള പ്രതികരണം. ശരി, നിലമ്പൂരിൽ നിന്നും TK അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒഴിവാക്കാനാകാത്ത പരിപാടി ഉണ്ടായിരുന്നതിനാലാണ് UDF കൺവെൻഷനിൽ പങ്കെടുക്കാത്തതെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു. പിന്നെ നേരത്തെ ഡേറ്റുകൾ കൊടുത്താണ്. ഇന്ന് പ്രചരണ ജാഥയ്ക്ക് വരാം. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സജീവമായി എല്ലാവരും ഉണ്ടാവും. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സമ്മന്നതരായ എല്ലാ നേതാക്കളും ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ചിലർ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചമച്ചതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണെന്നും UDF തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. പര്യടനം ആരംഭിച്ചിരിക്കുകയാണല്ലോ, എത്രത്തോളം ഉണ്ട് ആവേശം? വളരെ ആവേശത്തോടു കൂടിയുള്ള പര്യടനമാണ്. പാണക്കാട് അബ്ബാസ് അലി തങ്ങളാണ് ഈ പര്യടനം ഉദ്ഘാടനം ചെയ്തത്. മാത്രമല്ല ഈ ഉദ്ഘാടനത്തിൻ്റെ പ്രത്യേകത 2019 പ്രളയത്തിൽ 59 ആളുകളുടെ ജീവനെടുത്ത കവളപ്പാറ അടങ്ങുന്ന ഈ പ്രദേശത്തു നിന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത്. ഇപ്പോഴും 200 ചില്ലാനം ഏകദേശം 300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയാം. ഇതുവരെ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ. മറ്റു വാർത്തകൾ നോക്കാം. രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്നു. നിലവിൽ 4000-ലേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തും കോവിഡ് കേസുകളുടെ എണ്ണം കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. രാജ്യത്ത് 4026 കോവിഡ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 65 കേസുകൾ. 5 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 19 പേർ രോഗമുക്തരായി. ആക്റ്റീവ് കേസുകൾ 1416 കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ഒരാളാണ് മരിച്ചത്. ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന 80-കാരനാണ് മരിച്ചത്.
പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. COVID-19 ഇൻഫ്ലുവൻസ രോഗമുള്ളവർക്ക് അപായ ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തണം. ഫലം നെഗറ്റീവാണെങ്കിൽ RT-PCR പരിശോധന നടത്തണം. കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ആശുപത്രികളിൽ എല്ലാവരും മാസ്ക് ധരിക്കണം. ആശുപത്രി സംവിധാനങ്ങളുടെ പര്യാപ്തത അടിയന്തരമായി വിലയിരുത്തണം. എല്ലാ സ്വകാര്യ സർക്കാർ ആശുപത്രികളിലും മോക്ക് ഡ്രിൽ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ബി അശോകിനെ കഴിഞ്ഞ ജനുവരിയിലാണ് തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി സർക്കാർ മാറ്റി നിയമിച്ചത്. എന്നാൽ IAS കേഡറിന് പുറത്ത് നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതപത്രം വാങ്ങണമെന്ന സർവീസ് ചട്ടം പാലിക്കാതെയായിരുന്നു സ്ഥലം മാറ്റം. ഇതിനെതിരെ ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി നിയമന ഉത്തരവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ബി അശോക് കൃഷിവകുപ്പിൽ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ ബി അശോകിന്റെ ഹർജിയിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഭാഷാ വിവാദത്തിൽ നടൻ കമലഹാസൻ മാപ്പ് പറയണമെന്ന് കർണാടക ഹൈക്കോടതി. എന്തടിസ്ഥാനത്തിലാണ് ഭാഷയെപ്പറ്റി പരാമർശം നടത്തിയതെന്നും ഖേദപ്രകടനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും കോടതി പറഞ്ഞു. കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്ന കമലഹാസന്റെ പരാമർശത്തെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്ന് കോടതി പറഞ്ഞു. എന്തടിസ്ഥാനത്തിലായിരുന്നു പ്രസ്താവനയെന്ന് കമലഹാസനോട് ചോദിച്ച കോടതി നിങ്ങൾ ചരിത്രകാരനോ ഭാഷാ പണ്ഡിതനോ ആണോ എന്നും ആരാഞ്ഞു. 2 ആഴ്ചയ്ക്കകം കമലഹാസൻ നിലപാട് അറിയിക്കണം. തന്റെ ചിത്രമായ തഗ് ലൈഫിന്റെ പ്രദർശനം കർണാടകയിൽ നിരോധിക്കാനുള്ള നീക്കത്തിനെതിരെ കമലഹാസൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശങ്ങൾ. കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ള. 58 കിലോ വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വർണം കവർച്ച ചെയ്തു. കർണാടകയിലെ വിജയപുര ജില്ലയിലെ മനാഗുളിയിലെ കാനറ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണിത്. കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം നടന്നത്. മെയ് 25-ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ജീവനക്കാർ ഷട്ടറുകൾ മുറിച്ചു മാറ്റിയതായി കണ്ടു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടുത്തിടെയാണ് ബിദറിൽ അക്രമികൾ 2 സുരക്ഷാ ജീവനക്കാരെ കൊലപ്പെടുത്തി ATMിലേക്കുള്ള പണം കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് 93 ലക്ഷം രൂപ കൊള്ളയടിച്ചത്. ഓൺലൈൻ ഗെയിം കമ്പനികൾക്ക് തിരിച്ചടി. തമിഴ്നാട് സർക്കാർ ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ പാതിരാ നിയന്ത്രണം മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. ഓൺലൈൻ കളികൾ മാത്രം രാത്രി നിരോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു കമ്പനികളുടെ വാദം. പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമുകളിൽപ്പെട്ട് ആത്മഹത്യകൾ വർദ്ധിച്ചതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത്. ഗെയിമുകളെ നിയന്ത്രിക്കുന്ന ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചത് വിവാദമായിരുന്നു. നിയന്ത്രണത്തിനെതിരെ ഗെയിമിംഗ് കമ്പനികളും ഗെയിമർമാരും നൽകിയ ഹർജി ജസ്റ്റിസ് SM സുബ്രഹ്മണ്യം, ജസ്റ്റിസ് K രാജശേഖർ എന്നിവരുടെ ബെഞ്ചാണ് തള്ളിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾക്ക് നിയന്ത്രണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. രാത്രി 12-നും പുലർച്ചെ 5-നുമിടയിൽ ലോഗിൻ പാടില്ലെന്നും KYC നിർബന്ധമാക്കിയതിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ഗെയിമുകളിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷൻ ആവശ്യമാണ്. പൊതുജനാരോഗ്യം സർക്കാരിന് കണക്കിലെടുക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. ഓൺലൈൻ കളികൾ മാത്രം രാത്രി നിരോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു കമ്പനികളുടെ വാദം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. സ്വന്തം ജീവിതത്തിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സർക്കാർ വളർത്തച്ഛൻ ആകരുതെന്നുമായിരുന്നു കമ്പനികളുടെ വാദം. ന്യൂസ് ഡെസ്ക്, അമൃത TV. കോഴിക്കോട് ലോഡ്ജ് കേന്ദ്രീകരിച്ച സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. അസം വിശ്വനാഥ് സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ മുഖ്യപ്രതി ഉൾപ്പെടെ 3 അസം സ്വദേശികൾ പിടിയിലായി. അസം സ്വദേശിയായ 17-കാരിയെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന കേസിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ചേരിയിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അസം സ്വദേശി റഖീബുദ്ദീൻ അൻസാരിയെ കോഴിക്കോട് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P ജിതേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. മനുഷ്യക്കടത്ത്, പോക്സോ, ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഫുർഖാൻ അലി, സഹായിയായ അക്ലിമ ഖാത്തൂൻ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ 15,000 രൂപ ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മുഖ്യപ്രതിയായ ഫുർഖാൻ അലി കോഴിക്കോട് എത്തിക്കുകയായിരുന്നു. ശേഷം പെൺകുട്ടിയെ 2 ഇടങ്ങളിലായി പാർപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു.
സാധാരണയായി പെൺകുട്ടിയെ അകത്ത് പൂട്ടിയിട്ടാണ് പ്രതികൾ ജോലിക്ക് പോയിരുന്നത്. എന്നാൽ ഒരു ദിവസം പുറത്തുനിന്ന് പൂട്ടാതെ ഫുർഖാൻ അലി മുകളിൽ പോയി ഫോൺ വിളിക്കുന്നതിനിടെ പെൺകുട്ടി സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. റഖീബുദ്ദീൻ അൻസാരിയും പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കി. അതേസമയം കൂട്ടുപ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇഡി ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ കമ്പനിയിൽ പരിശോധന നടത്തിയെന്ന് വിജിലൻസ് SP S ശശിധരൻ. ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചെന്നും വിശദമായ പരിശോധന തുടരുമെന്നും SP കൊച്ചിയിൽ പറഞ്ഞു. താനെയിലെ ബോറോ കമ്മോഡിറ്റീസിലാണ് പരിശോധന നടന്നത്. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഇല്ല, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അത് ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ സത്യത്തിൽ. ഏത് ആ കമ്പനിക്ക് പോയിട്ടുണ്ടല്ലേ? അത് പോയിട്ടുണ്ടല്ലേ? അല്ല, അതൊരു ചെറിയ സ്ഥാപനമാണ്. ഞങ്ങൾ അന്വേഷിക്കും. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിന് പോക്സോ കേസ് പ്രതി മുകേഷ് M. നായർ മുഖ്യാതിഥിയായി എത്തിയത് വിവാദത്തിൽ. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മുകേഷ് M. നായർ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് തേടി. വ്ലോഗർ മുകേഷിന്റെ പേരിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസ് നിലവിലുണ്ട്. കോവളത്തെ റിസോർട്ടിൽ വെച്ച് റീൽ ഷൂട്ടിങ്ങിനിടെയായിരുന്നു അതിക്രമം. കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് M. നായർക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പോക്സോ കോടതിയിൽ നിന്ന് ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരം നൽകാനാണ് എത്തിയത്. പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തതടക്കമുള്ള കർശന നിലപാടുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമ്പോഴാണ് വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം. സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനെത്തിയ സംഘടനയാണ് മുകേഷ് M. നായരെ മുഖ്യാതിഥിയായി എത്തിച്ചതെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ചാലിങ്കാലിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവത്തിൽ നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തതെന്ന് പരിശോധനയിൽ വ്യക്തമായെന്നും 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിന്ന് അനുമതിയില്ലാതെ കരാർ കമ്പനിയായ മേഘ മണ്ണെടുത്തത് കഴിഞ്ഞ ദിവസം അമൃത വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥലത്ത് തടാകത്തിന് സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെതിരെ നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ അന്യായമായി മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ബിന്ദുവിന്റെ മൊഴിയെടുക്കുന്നു. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത്. ബിന്ദുവിനെതിരെ മോഷണ പരാതി നൽകിയ വീട്ടുടമയിൽ നിന്നും മൊഴി ശേഖരിക്കും. തിരുവനന്തപുരത്തിന് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് കേസ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ പരാതിയുമായി ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശക്കാരായി പ്രസ്താവന നൽകിയെന്നാണ് പരാതി. പ്രസ്താവനയിൽ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എറണാകുളം സബ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. 2 മാസം മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ സാന്ദ്ര തോമസ് സംസാരിച്ചതാണ് മാനനഷ്ട കേസിന് ആധാരം. പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന തസ്തിക ഇനി മലയാള സിനിമയിൽ ആവശ്യമില്ല എന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ പരാമർശം. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. വെള്ളല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളുമായി വന്ന ബസ് കേശവപുരം ആശുപത്രിക്ക് സമീപം വയൽവാരം റോഡിൽ നിന്നും വയലിലേക്ക് മറിയുകയായിരുന്നു. ഇന്ന് രാവിലെ 9:30യോടെയാണ് അപകടം നടന്നത്. 20ഓളം കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നു. അപകടത്തിൽ ഒരു കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. അപകടത്തിൽ നിസ്സാര പരിക്കേറ്റ കുട്ടികളെ കേശവപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽസ് സ്കൂളിൽ മുടി വെട്ടാത്തതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ ക്ലാസിന് പുറത്തു നിർത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി AASF പ്രവർത്തകർ. സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇത് പോലീസുമായി ഒന്നിനും തള്ളിനും കാരണമായി. തുടർന്ന് AASF പ്രവർത്തകർ പ്രിൻസിപ്പലുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികളെ പുറത്തു നിർത്തുന്നതടക്കമുള്ള നടപടികൾ ഇനി ഉണ്ടാകില്ല എന്ന പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം AASF നേതാക്കൾ പ്രതികരിച്ചു.
നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേതൽ ജിൻസൺ രാജയുടെ അമ്മാവൻ ജോസ് സുന്ദരം അന്തരിച്ചു. കേസിലെ ഒന്നാം സാക്ഷിയാണ് മരിച്ച ജോസ് സുന്ദരം. കേസിൽ മെയ് 13 വിധി വന്നിരുന്നു. സ്വന്തം വീടും സമ്പത്തും കേതലിന്റെ അമ്മ ജീൻ പത്മയ്ക്ക് ജോസ് എഴുതി നൽകിയിരുന്നു. തന്റെ ചെലവിനായി മാസം 50,000 രൂപ നൽകണമെന്ന വ്യവസ്ഥയിലായിരുന്നു ഇത്. കേസിൽ നഷ്ടപരിഹാരമായി കോടതി വിധിച്ച 15 ലക്ഷം രൂപ ഏറ്റുവാങ്ങാതെയാണ് ജോസ് സുന്ദരം വിടവാങ്ങിയത്. പൊള്ളാച്ചിയിലെ വടുകപാളയത്ത് പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പിന്നീട് പോലീസിൽ കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. പൊന്മുത്ത് നഗറിൽ താമസിക്കുന്ന കണ്ണന്റെ മകൾ അശ്വികയാണ് കൊല്ലപ്പെട്ടത്. 19 വയസ്സായിരുന്നു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് പ്രവീൺ കുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എറണാകുളത്ത് വൈപ്പിനിൽ സ്കൂട്ടർ യാത്രയ്ക്കിടെ 53-കാരൻ പങ്കാളിയെ നടുറോട്ടിൽ കുത്തിക്കൊലപ്പെടുത്തി. 43 വയസ്സുള്ള പനമ്പള്ളി സ്വദേശി പ്രീതയാണ് കൊല്ലപ്പെട്ടത്. പള്ളിപ്പുറം സ്വദേശി സുരേഷാണ് കൂടെ താമസിച്ചിരുന്ന പ്രീതയെ വഴിയിൽ കൊലപ്പെടുത്തിയത്. സംഭവശേഷം സുരേഷ് തോമസ് മുനമ്പം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഇരുവരും സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ വഴക്കുണ്ടായി. ഇതിനിടയിൽ സുരേഷ് സ്കൂട്ടർ നിർത്തി വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുത്തേറ്റ് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയ പ്രീതയെ പ്രദേശവാസികൾ കുഴിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കുഴിപ്പള്ളി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു സുരേഷ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സുരേഷും പ്രീതയും ഒരുമിച്ചായിരുന്നു താമസം. കോഴിക്കോട് പുറമേരിയിൽ വൻ കവർച്ച. കുന്നുമ്മൽ അബ്ദുള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 18 പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടത്. ജനൽ കുത്തി തുറന്ന താക്കോൽ കൈവശമാക്കിയാണ് കള്ളൻ വീടിനകത്തേക്ക് കയറിയത്. ശേഷം മേശയിൽ സൂക്ഷിച്ച ആഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. വീട്ടമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും മുറിച്ചെടുത്തിട്ടുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ CCTV ക്യാമറയുടെ മുകളിൽ തുണി പുതച്ചാണ് മോഷ്ടാവ് വീടിനകത്തേക്ക് കയറിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറണാകുളം പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായി. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞു പോയ വിദ്യാർത്ഥി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പിറവം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. ഉത്തർപ്രദേശിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ഇരുമ്പ് ദണ്ടടക്കം പാളത്തിൽ വെച്ചാണ് അട്ടിമറി ശ്രമം നടത്തിയത്. ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിലാണ് വൻ ദുരന്തം ഒഴിവായത്. തനക്പൂർ ബറേലി പാതയിലാണ് സംഭവം. സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ പഞ്ചാബിൽ ഒരാൾ അറസ്റ്റിൽ. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗഗൻദീപ് സിംഗ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് പാകിസ്ഥാൻ ISIയുമായും ഖലിസ്ഥാൻ അനുകൂലിയായ ഗോപാൽ സിംഗ് ചൗളയുമായും ബന്ധമുണ്ടെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ധൂരിന്റെ സൈനിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്ന അന്വേഷണത്തിൽ വ്യക്തമായി. 20-ലേറെ ISI ഏജന്റുമാരുമായി ഗഗൻദീപ് സിംഗ് സംസാരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPL നിന്ന് കലാശ പോരാട്ടം. 18ാം സീസണിലെ ചാമ്പ്യന്മാർ ആരാണെന്ന് ഇന്നറിയാം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സുമാണ് ഏറ്റുമുട്ടുന്നത്. അഹമ്മദാബാദിൽ രാത്രി 7:30 മുതലാണ് മത്സരം. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണ് ഇന്ന് പര്യവസാനമാവുകയാണ്. സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച ഇരു ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാകും കപ്പുയർത്തുക എന്ന് കണ്ടറിയുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. 14 മത്സരങ്ങളിൽ 9 എണ്ണം വീതം ഇരു ടീമുകളും ജയിച്ചിരുന്നു. റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് 1ാം സ്ഥാനത്തും RCB 2ാം സ്ഥാനത്തുമാണ്. 1ാം ക്വാളിഫയർ ബൌളർമാരുടെ കരുത്തിൽ പഞ്ചാബിനെ 8 വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കടന്നത്. മുംബൈയെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത്. 2016 ശേഷം IPL ഫൈനലിലെത്താൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് IPL ഫൈനലിലേക്ക് അവസാനമായി എത്തിയത് 2014-ലാണ്. IPL ചരിത്രത്തിലെ RCB പഞ്ചാബ് വിജയക്കണക്കെടുത്താൽ പഞ്ചാബും RCBയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇരുവരും നേർക്കുനേർ വന്ന 36 മത്സരങ്ങളിൽ 18 എണ്ണത്തിൽ പഞ്ചാബും RCBയും ജയിച്ചിരുന്നു. IPLന്റെ 1ാം സീസൺ മുതൽ വലിയ പ്രതീക്ഷ നെഞ്ചേറ്റിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു.
പലതവണ ഫൈനലിലെത്തിയിട്ടുണ്ടെങ്കിലും കിരീടം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ്. ഇക്കുറി അത് മാറ്റിയെടുക്കാനാണ് രജത് പാട്ടീദാറും സംഘവും തയ്യാറെടുത്ത് നിൽക്കുന്നത്. ടീമിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർ വിരാട് കോഹ്ലി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി IPL-ൽ മിന്നും പ്രകടനവുമായി ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ കിരീടമില്ലാത്തതിന്റെ ക്ഷീണം തീർക്കണം. അതിനാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.